ഫ്രണ്ട്സ്, ഈ ക്ലാസ്സിൽ നമുക്ക് സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു സംഖ്യയെ 24 കൊണ്ട് ഹരിക്കുമ്പോൾ 20 ശിഷ്ടം ലഭിക്കും. അതേ സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാം. അതായത് ആദ്യമേ സംഖ്യ കണ്ടുപിടിക്കും, എന്നിട്ട് അതിന് 8 കൊണ്ട് ഹരിക്കും, അതിൽ നിന്ന് ശിഷ്ടം കണ്ടുപിടിക്കും. ഇപ്പം നമ്മളിവിടെ അങ്ങനെ ഒന്നുമല്ല ചെയ്യുന്നത്. എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു സംഖ്യയെ 24 കൊണ്ട് ഹരിക്കുമ്പോൾ 20 ശിഷ്ടം ലഭിക്കും. ഏതോ ഒരു സംഖ്യയെ 24 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടം റിമൈൻഡർ 20 എന്ന് കിട്ടി. നമുക്കിങ്ങനെ എഴുതാമല്ലോ. ഒരു സംഖ്യ ഏതോ ഒരു സംഖ്യയെ 24 കൊണ്ട് ഹരിച്ചു, അപ്പൊ കിട്ടിയ ശിഷ്ടം 20 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് അതേ സംഖ്യ, നമുക്കിവിടെ ഏത് സംഖ്യയാണെന്ന് അറിയത്തില്ല, അതേ സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതോ ഒരു സംഖ്യയെ 24 കൊണ്ട് ഹരിച്ചപ്പോൾ 20 ശിഷ്ടം കിട്ടി. അതേ സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര ശിഷ്ടം കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആദ്യം കിട്ടിയ ശിഷ്ടം ഉണ്ടല്ലോ 20. 20നെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക. ഇവിടെ ആദ്യം കിട്ടിയ ശിഷ്ടം 20 ആണ്. ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ 20നെ 8 കൊണ്ട് ഹരിക്കുക. 8 2 16, 4 ശിഷ്ടം കിട്ടും. ഇവിടുത്തെ ഈ ശിഷ്ടമായിരിക്കും നമ്മുടെ ഉത്തരത്തിലെ ശിഷ്ടമായിട്ട് വരുന്നത്. എന്താണ് ചെയ്തത്? ആദ്യത്തെ ശിഷ്ടത്തെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക, കിട്ടുന്ന ശിഷ്ടമായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഏതോ ഒരു സംഖ്യയെ 24 കൊണ്ട് ഹരിച്ചപ്പം 20 ശിഷ്ടം കിട്ടി. ആ 24ന്റെ ഘടകമാണ് 8. ഇവിടെ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിന്റെ ഘടകമായിട്ടായിരിക്കും വരുന്നത്. ആ സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ചോദിച്ചേക്കുന്നത്. എന്താ നമ്മൾ ചെയ്തേ? ആദ്യത്തെ ശിഷ്ടത്തെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിച്ചു. ആദ്യത്തെ ശിഷ്ടം 20 ആണ്, രണ്ടാമത്തെ സംഖ്യ 8. 20നെ 8 കൊണ്ട് ഹരിച്ചപ്പം 4 എന്ന് ശിഷ്ടം കിട്ടി. ഈ ശിഷ്ടമായിരിക്കും നമ്മുടെ ഉത്തരം ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 4 ആയിരിക്കും ശിഷ്ടം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു സംഖ്യയെ ഏതോ ഒരു സംഖ്യയെ 60 കൊണ്ട് ഹരിക്കുമ്പോൾ 38 ശിഷ്ടം ലഭിക്കും. അതേ സംഖ്യയെ 15 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്രയാണ്? നമുക്ക് ചെയ്യാം. ഏതോ ഒരു സംഖ്യയെ 60 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 38 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്യാറിയാം. ആദ്യത്തെ ശിഷ്ടത്തെ, ഇവിടുത്തെ ആദ്യത്തെ ശിഷ്ടം 38 ആണ്, ഭാഗം രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക. ആദ്യത്തെ ശിഷ്ടത്തെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക. 38നെ രണ്ടാമത്തെ സംഖ്യ 15 ആണ്, 15 കൊണ്ട് ഹരിക്കുക. 15 2 30, ശിഷ്ടം 8 എന്ന് കിട്ടും. ഈ ശിഷ്ടമായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 8. അതായത് ഏതോ ഒരു സംഖ്യയെ 60 കൊണ്ട് ഹരിക്കുമ്പോൾ 38 ശിഷ്ടം കിട്ടും. അതേ സംഖ്യയെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം എന്ന് കിട്ടും. നേരത്തെ പോലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഒരു സംഖ്യയെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ 12 ശിഷ്ടം ലഭിക്കും. അതേ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്രയാണ്? നമുക്ക് ചെയ്യാറിയാം. ഏതോ ഒരു സംഖ്യയെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 12 ആണ്. അതേ സംഖ്യയെ
4 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ചെയ്യാൻ നമുക്കറിയാം ആദ്യത്തെ ശിഷ്ടത്തെ. ഇവിടുത്തെ ആദ്യത്തെ ശിഷ്ടം 12 ആണ്. 12 ഭാഗം രണ്ടാമത്തെ സംഖ്യ. ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ 4 ആണ്. 12 ഭാഗം 4. 3 4 12. ശിഷ്ടം 0 എന്ന് കിട്ടും. ഇവിടുത്തെ ഈ ശിഷ്ടമായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ ആൻസർ 0 എന്ന് കിട്ടും. അതായത് ഏതോ ഒരു സംഖ്യയെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ 12 എന്ന് ശിഷ്ടം കിട്ടി. അതേ സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ 0 ശിഷ്ടം കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയെ 45 കൊണ്ട് ഹരിക്കുമ്പോൾ 31 ശിഷ്ടം ലഭിക്കും. അതേ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എത്രയാണ്? നമുക്ക് ചെയ്യാൻ അറിയാം. ഏതോ ഒരു സംഖ്യയെ 45 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം 31 ആണ്. അതേ സംഖ്യയെ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ചെയ്യാൻ നമുക്കറിയാം ആദ്യത്തെ ശിഷ്ടത്തെ. ഇവിടുത്തെ ആദ്യത്തെ ശിഷ്ടം 31 ആണ്. 31 ഭാഗം രണ്ടാമത്തെ സംഖ്യ. ഇവിടുത്തെ രണ്ടാമത്തെ സംഖ്യ 9 ആണ്. 31നെ 9 കൊണ്ട് ഭാഗിക്കുക. 3 9 27. ശിഷ്ടം 4 എന്ന് കിട്ടും. ഇവിടുത്തെ ഈ ശിഷ്ടമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഉത്തരം 4 എന്ന് കിട്ടും. അതായത് 40, ഏതോ ഒരു സംഖ്യയെ 45 കൊണ്ട് ഹരിച്ചപ്പം 31 ശിഷ്ടം കിട്ടി. അതേ സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ 4 എന്നും ശിഷ്ടം കിട്ടി. അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഏതോ ഒരു സംഖ്യയെ 28 കൊണ്ട് ഹരിക്കുമ്പോൾ 20 എന്ന് ശിഷ്ടം കിട്ടും. അതേ സംഖ്യയെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏതോ ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 90 എന്ന് ശിഷ്ടം കിട്ടും. അതേ സംഖ്യയെ 25 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? അപ്പൊ നമുക്ക് ചെയ്യാം. ഏതോ ഒരു സംഖ്യയെ 28 കൊണ്ട് ഹരിക്കുമ്പോൾ 20 ശിഷ്ടം കിട്ടി. അതേ സംഖ്യയെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കണ്ടുപിടിക്കാൻ ആദ്യത്തെ ഈ ശിഷ്ടത്തെ 20 ഭാഗം രണ്ടാമത്തെ സംഖ്യ 7. 2 7 14. 6 എന്ന് കിട്ടും. ഈ ശിഷ്ടമാണ് നമ്മുടെ ഉത്തരം. അതായത് 6 ആണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം. അടുത്തത്, ഏതോ ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 90 ശിഷ്ടം കിട്ടുന്നു. അതേ സംഖ്യയെ 25 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ചോദിച്ചേക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ഇടുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും ബൈ.